സെക്കൻഡ് ഡേ ആണ് ഞാൻ ഈ ഡോക്ടറെ കാണുമ്പോൾ ആളുടെ കാലിലൊരു സിവിയർ സ്കിൻ ഇൻഫെക്ഷൻ കാണുകയും ഞാനത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഈ സർജറി ചെയ്ത ഡോക്ടറുടെ കാലിൽ രണ്ടിലും ഞാനൊരു ഇൻഫെക്ഷൻ കണ്ടു. അപ്പോൾ ആ ഇൻഫെക്ഷൻ കണ്ടപ്പോൾ അവിടുത്തെ നേഴ്സിനോട് ചോദിച്ചു വരുന്ന അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഡേ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ കണ്ടില്ല ഇയാളിനെ. എന്ന് വെച്ചാൽ വേറൊരു ലേഡിയാണ് തലയുടെ ബാക്കിൽ നിന്ന് ഹെയർ എക്സ്ട്രാക്ഷൻ നടത്തിയത്. അപ്പോൾ അവർക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ ബോഡിയിലൊന്നും ഡിഫക്റ്റ് കണ്ടില്ല. സെക്കൻഡ് ഡേ ആണ്, പിന്നെ ഫസ്റ്റ് ഡേ ആഫ്റ്റർനൂണാണ് ഇയാൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ എനിക്ക് നിവർന്ന് കിടന്നിട്ട് കണ്ണ് മൂടിയിട്ടാണ് ഇവർ ചെയ്യുക. അപ്പോൾ ഈ ഡോക്ടറെ എനിക്ക് കാണാൻ പോലും പറ്റില്ലായിരുന്നു. സെക്കൻഡ് ഡേ വന്നപ്പോൾ ഈ ഡോക്ടറാണ് ബാക്കിൽ നിന്ന് ഹെയർ എക്സ്ട്രാക്ഷൻ നടത്തിയത്. ആ സമയത്ത് ഞാൻ കമിഴ്ന്ന് കിടക്കുമ്പോൾ ആ ടേബിളിൻ്റെ ഹോളിൽ കൂടെ ഞാൻ ആളുടെ കാല് കണ്ടു. അപ്പോൾ ഞാൻ നേരെ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ റൂമിൽ ചെന്ന് ചോദിച്ചു, സാർ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഡിസീസ് ഉള്ളതാണോ? കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ആൻഡ് വെൽനസ് അറിയുന്നതുകൊണ്ട് ഇത് ഡിസീസിൻ്റെ സിംറ്റം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, സാർ എക്സിമയാണോ ഡെർമറ്റൈറ്റിസ് ആണോ എന്ന് ഫ്രാങ്കായിട്ട് ചോദിച്ചപ്പോൾ സാർ എനിക്ക് ക്രോണിക് എക്സിമയാണെന്ന് ആ ഡോക്ടർ എന്ന് പറയുന്ന ആൾ സമ്മതിച്ചിട്ടുള്ളതാണ്.